ഇന്ത്യയുടെ വടക്കുഭാഗത്ത് ഏകദേശം 2500 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് ഉത്തരപർവ്വതമേഖല. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതനിരയായ ഹിമാലയം ഈ മേഖലയുടെ ഭാഗമാണ്. ഉത്തരപർവ്വതമേഖലയുടെ ഭാഗമാണ് ഹിമാലയം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് 2500 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായും 3 തരംതിരിക്കാം. 1. ട്രാൻസ് ഹിമാലയം. ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. അതായത് ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായും 3 തരംതിരിക്കാം. 1. ട്രാൻസ് ഹിമാലയം. ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ കാരക്കോറം പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതനിരകൾ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഉത്തരപർവ്വത മേഖലയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഹിമാലയം. 3 സമാന്തര പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം. 3 സമാന്തര പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം. ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക് എന്നിവയാണവ. ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക് എന്നിവയാണവ. ഏറ്റവും വടക്കേ അറ്റത്തുള്ളതും ഏറ്റവും ഉയരമുള്ളതുമായ നിരയാണ് ഹിമാദ്രി. ഏറ്റവും വടക്കേ അറ്റത്തുള്ളതും ഏറ്റവും ഉയരമുള്ളതുമായ ഹിമാലയത്തിലെ പർവ്വതനിരയാണ് ഹിമാദ്രി. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ തുടങ്ങിയ കൊടുമുടികൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ തുടങ്ങിയ കൊടുമുടികൾ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തേത് ഹിമാചൽ. ഹിമാചൽ ഹിമാദ്രിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഏതാണ്? ഹിമാചൽ. സിംല, കുളു, മണാലി തുടങ്ങിയ പ്രശസ്തമായ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചലിലാണ്. സിംല, കുളു, മണാലി തുടങ്ങിയ പ്രശസ്തമായ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിൽ കാണപ്പെടുന്ന മൂന്നാമത്തെ പർവ്വതനിരയാണ് ഷിവാലിക്. ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നിരയാണിത്. ഉയരം കുറഞ്ഞ ഈ നിരയിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. ഉയരം കുറഞ്ഞ ഈ നിലയിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. ഉദാഹരണം ഡെറാഡൂൺ. 7 രാജ്യങ്ങളിലായി ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ എന്നിവയാണ് ഈ രാജ്യങ്ങൾ. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ തുടങ്ങിയവയാണ് ഈ രാജ്യങ്ങൾ. ഉത്തരപർവ്വത മേഖലയുടെ മൂന്നാമത്തെ ഭാഗമാണ് പൂർവാഞ്ചൽ. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തിയിൽ കാണപ്പെടുന്ന പർവ്വതനിരകളാണിവ. പടുക്കൈബം, നാഗാ കുന്നുകൾ, ലുഷായ് കുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പടുക്കൈബാം, നാഗാ കുന്നുകൾ, ലുഷായ് കുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടി മൂലം ഉണ്ടായ മടക്കുപർവ്വതങ്ങളാണ് പൂർവാഞ്ചൽ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ പ്രധാന നദികളുടെ ഉത്ഭവസ്ഥാനം ഈ പർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് വിശദമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കൂടുതൽ PSC വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.